ദസോ ഏവിയേഷൻ നിർമ്മിച്ച 4.5 തലമുറ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് റഫാൽ. ഇതിന് ഹ്രസ്വ ദീർഘദൂര ദൗത്യങ്ങളുടെ വിശാലമായ റേഞ്ച് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കരയിലും കടലിലും ആക്രമണം നടത്താനും നിരീക്ഷണം നടത്താനും ഉയർന്ന കൃത്യതയോട് ആക്രമിക്കാനും ആണവാക്രമണം നടത്താനും ഈ നൂതന യുദ്ധവിമാനത്തിന് കഴിയും. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മീറ്റിയോർ എയർ ടു എയർ മിസൈൽ, 300 കിലോമീറ്ററിലധികം അകലെ നിന്ന് ശത്രുവിനെ ലക്ഷ്യമിടാൻ കഴിയുന്ന സ്കൽപ്പ് എയർ ടു ഗ്രൗണ്ട് ലേസർ ഗൈഡഡ് അമ്യുണേഷൻ, 60 കിലോമീറ്റർ അകലെ നിന്ന് ഉയർന്ന മൂല്യമുള്ള ശത്രു ലക്ഷ്യങ്ങൾ വരെ നശിപ്പിക്കാൻ കഴിയുന്ന ഹാമർ അമ്യുണേഷൻ തുടങ്ങിയ ശക്തമായ ആയുധങ്ങൾ റഫാലിനുണ്ട്. ഈ സവിശേഷതകളെല്ലാം തന്നെ ശത്രുക്കളിൽ നിന്നും ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാൻ അനുയോജ്യമായ യുദ്ധവിമാനമാക്കി റഫാലിനെ മാറ്റുന്നു. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ സമയം കിഴക്കൻ ലഡാക്കിലേക്കും മറ്റു മുന്നണികളിലേക്കും പട്രോളിംഗ് നടത്താൻ റഫാൽ വിമാനങ്ങൾ അയച്ചിരുന്നു. രണ്ടാമതായി S-400 എയർ ഡിഫൻസ് സിസ്റ്റം. 2021 റഷ്യ ഇന്ത്യക്ക് S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം നൽകിയിരുന്നു. 2021 ഇന്ത്യ നടത്തിയ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ സൈനിക വാങ്ങലുകളിൽ ഒന്നാണിത്.